പ്രസാധന സംരംഭവുമായി കേരള വിഷൻ പബ്ലിക്കേഷൻസ് എന്നാണ് പ്രസാധന സംരംഭത്തിന്റെ പേര്. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ഷംനാദ് പുതുശ്ശേരി എഴുതിയ ആദ്യ പുസ്തകമാണ് കേരള വിഷൻ പബ്ലിക്കേഷൻസ് ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകൾ എന്നാണ് പുസ്തകത്തിന്റെ പേര്. പുസ്തകത്തിന്റെ കവർ നടി ജ്യോതിർമയി കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ നടി ജ്യോതിർമയി കവർ പ്രകാശനം ചെയ്തു. ഷംനാദും ഞാനും പ്രസ് അക്കാഡമിയിൽ ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കളാണ്. അപ്പോൾ ഷംനാദിന് ഇത് ആദ്യത്തെ പുസ്തകമാണ്. അതുപോലെ ഷംനാദിൻ്റെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന കേരള വിഷൻ്റെയും ആദ്യത്തെ സംരംഭമാണ്. നിങ്ങളുടെ രണ്ടുപേർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഇത് ഫസ്റ്റ് ബുക്ക്. ഇനിയും പുസ്തകങ്ങൾ എഴുതാൻ ഷംനാദിന് പ്രചോദനം ഉണ്ടാവട്ടെ, അതെല്ലാം സക്സസ്ഫുൾ ആകട്ടെ. അതേപോലെ കേരള വിഷന്റെ പബ്ലിക്കേഷൻസിനും എല്ലാവിധ ഭാവുകങ്ങളും. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി. കലാകാരന് പ്രചോദനമാകാൻ കേരള വിഷന് കഴിയണമെന്ന് പ്രവീൺ മോഹൻ പറഞ്ഞു. നമുക്കൊരു നല്ല കലാകാരനെ, നല്ല എഴുത്തുകാരനെ നമുക്ക് നമ്മുടെ കൊച്ചു കേരളത്തിന് സംഭാവന നൽകാൻ, പ്രചോദനമാവാൻ കേരള വിഷന് കഴിയണം. കാരണം നമ്മൾ ഒട്ടനവധി വേദികൾ ഒരുക്കിയിട്ടുള്ളവരാണ്, ഒട്ടനവധി കലാകാരന്മാരെ ആദരിച്ചിട്ടുള്ളവരാണ്, അവർക്ക് കടന്നു പോകാനുള്ള വഴിവെട്ടി കൊടുത്തവരാണ്. തീർച്ചയായും എഴുത്തിന്റെ ലോകത്തേക്ക് വരുന്ന ഷംനാദിനും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിനും ആ വഴി ഒരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ചടങ്ങിൽ കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജീഷ് അച്ചാണ്ടി സ്വാഗതം പറഞ്ഞു. എഴുത്തുകാരന്റെയും പ്രസാധകരുടെയും ആദ്യ പുസ്തകമെന്ന അപൂർവതയാണ് ചടങ്ങിനുള്ളതെന്ന് പ്രജീഷ് അച്ചാണ്ടി കൂട്ടിച്ചേർത്തു. ഒരു എഴുത്തുകാരൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ കവർ പ്രകാശനം, അതിനോടൊപ്പം തന്നെ പ്രസാധകർ എന്ന നിലയിൽ ആ പ്രസാധകരുടെ ആദ്യത്തെ പുസ്തകം. യഥാർത്ഥത്തിൽ നമ്മളെപ്പോലുള്ളൊരു ഫസ്റ്റ് പ്രസാധകനെ പ്രസിദ്ധീകരണത്തിന് നൽകാൻ അദ്ദേഹം കാണിച്ച ധൈര്യം വലുതാണ് എന്നാണ് പറയാനുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. കോർപ്പറേറ്റുകളോടൊക്കെ മത്സരിച്ച് 5ാം സ്ഥാനത്ത് രാജ്യത്ത് നിൽക്കുന്ന ഒരു വലിയ കമ്പനിയുടെ ഭാഗമാണ് നമ്മുടെ ഈ പബ്ലിക്കേഷനും എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏതാണ്ട് കേരളത്തിൽ 30 ലക്ഷത്തിലധികം വരിക്കാരുള്ള നമ്മുടെ കമ്പനി ചിലപ്പോൾ ഈ പുസ്തകം ഒരു റെക്കോർഡായി മാറിയേക്കും. COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, KCCL ചെയർമാൻ K ഗോവിന്ദൻ, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PSCB, ന്യൂസ് മലയാളം MD അബൂബക്കർ സിദ്ദിഖ്, മീഡിയ ഇൻഫോ ചീഫ് എഡിറ്റർ NE ഹരികുമാർ, ചലച്ചിത്ര താരങ്ങളായ സരയു മോഹൻ, രശ്മി ബോബൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദൃശ്യ മാധ്യമത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു ഗർജിക്കുന്ന സിംഹമാവുകയും എന്നാൽ വാക്കുകളെ പറ്റിയും എഴുത്തിനെ പറ്റിയും സംസാരിക്കുമ്പോൾ വളരെ സൗമ്യനായിട്ടുള്ള മറ്റൊരു വ്യക്തിയായി മാറുന്ന ഒരാളാണ് ഷംനാദ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വർഷത്തെ പരിചയമാണ്. എൻ്റെയൊക്കെ കരിയറിൻ്റെ തുടക്കം മുതൽ ഞാൻ കാണുന്ന ഗുരുതുല്യനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഷംനാദ്. സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകൾ എന്ന് പറയുമ്പോൾ എന്താണ് സംപ്രേഷണം ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ധാരണയുള്ള ഒരാളാണ് ഇരിക്കുന്നത്. എവിടെ കൊടുക്കണമെന്ന് കൃത്യമായിട്ട് ദൃശ്യഭാഷയിൽ അറിയാവുന്ന ഒരാൾ സംപ്രേഷണ യോഗ്യമല്ലാത്ത കുറച്ച് കഥകൾ മാറ്റി വെക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാനുള്ള വരികളാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇപ്പോൾ സരയു പറഞ്ഞു, വാക്കുകൾ കൊണ്ട് അമ്മാനം ആടാനൊന്നും അറിയില്ല, പക്ഷെ ഒരു ഒന്നൊന്നര ആടലായിരുന്നു അത്. അപ്പം അതിനോട് പിടിച്ചു നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല. നമ്മുടെ മനസ്സിലുള്ള ആ ഒരു വികാരങ്ങൾ ഒട്ടും ചോർന്നു പോവാതെ കേൾവിക്കാരനിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ചില്ലറ പരിപാടിയല്ല. ഏറ്റവും അടുത്തൊരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് സർ തന്നെ കഥ, തിരക്കഥ, സംഭാഷണം സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ്. പുസ്തക രചയിതാവ് ഷംനാദ് പുതുശ്ശേരി നന്ദി പറഞ്ഞു. കേരള വിഷനോട് എന്നും കഥക്കുന്ന ഒരാളായിരിക്കും ഞാൻ. എൻ്റെ പുസ്തകം അപ്പോൾ കേരള വിഷനൊപ്പം എൻ്റെ പുസ്തകവും, കേരള വിഷൻ ബുക്സിനൊപ്പം എൻ്റെ പുസ്തകവും മനോഹരമായി തീരട്ടെ. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.